Hi dears, welcome back. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ഇഫ്താർ സ്നാക്കിൻ്റെ റെസിപ്പിയാണ് പരിചയപ്പെടുത്തുന്നത്. നല്ല എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ. പുറം ഭാഗം നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാനായിട്ട്. ഉണ്ടാക്കിയെടുക്കാനും നല്ല എളുപ്പം തന്നെയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കുന്നത് നോക്കാം. അതിന് മുന്നേ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇനി ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇതിലേക്കുള്ള ഫില്ലിങ്സ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ കടായി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിലോ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വന്നാൽ ഇനി ഇതിലേക്കൊരു അത്യാവശ്യം മീഡിയം സൈസിലുള്ള 3 സവാള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് കൂടുതൽ അളവിൽ സ്നാക്ക് ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതാണ് 3 സവാളയൊക്കെ എടുത്തിട്ടുള്ളത്. അപ്പോൾ കുറച്ച് മതിയെങ്കിൽ അതിനനുസരിച്ച് സവാളയുടെ അളവൊക്കെ മാറ്റി കൊടുക്കാം. സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില, നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. കൂടെ തന്നെ ഇതിലേക്കൊരു 2 പച്ചമുളക്, അത്യാവശ്യം നല്ല എരിവുള്ള പച്ചമുളക് തന്നെയാണ്. എരിവ് കുറവാണെങ്കിൽ ഒരു 3 പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് കനം കുറഞ്ഞ് വട്ടത്തിൽ കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടണം. സവാളയൊക്കെ നന്നായിട്ട് സോഫ്റ്റായിട്ട് വരട്ടെ. അപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് കിട്ടിയാൽ ഇനി ഇതിലേക്കുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. മസാലയുടെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറി കിട്ടണം. അപ്പോൾ അതുവരെ നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് കുറച്ച് ചിക്കന് മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളകും പൊടിയും ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കൈ വെച്ചിട്ട് ചെറുതായിട്ട് പിച്ചിയെടുത്താലും മതിയാവും. അപ്പോൾ അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മസാലയുടെ പച്ചമണക്ക് മാറി കിട്ടിയാൽ ഇനി ഈ ഒരു സവാളയിലേക്ക് ആ ചിക്കനും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഒരു ചിക്കനും കൂടെ ഇതിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് വരട്ടെ. അപ്പോൾ ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഇളക്കി വേവിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു സമയം ഇതിലേക്ക് പാകത്തിന് ഉപ്പ്, നേരത്തെ സവാള വാടി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പാകത്തിന് ഉപ്പും അതുപോലെ തന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ചിക്കൻ മസാല കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ മസാലയ്ക്ക് പകരം ഗരം മസാല ആയാലും കുഴപ്പമൊന്നുമില്ല. ഉള്ളിയൊക്കെ വാട്ടി മസാലകൾ ചേർത്ത് കൊടുക്കുന്ന ആ ഒരു സമയത്ത് ചേർത്ത് കൊടുത്താലും മതിയാവും. പിന്നെ അവസാനം ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സാക്കി എടുത്താൽ നമ്മുടെ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് ബ്രെഡാണ്. നമ്മൾ എത്രയാണോ സ്നാക്ക് ഉണ്ടാക്കുന്നത് അത്രയെണ്ണം ബ്രെഡ് എടുക്കാം. ഇനി സ്നാക്ക് എങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് കാണിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഓരോ പീസ് ബ്രെഡും ഈ ഒരു വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് മുക്കിയാൽ മതി കേട്ടോ. 2 ഭാഗവും ചെറുതായിട്ടൊന്ന് വെള്ളത്തിലൊന്ന് മുക്കിയിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. എന്നിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നമ്മുടെ ഫില്ലിങ്സ് ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് മടക്കി ഉള്ളിലേക്ക് ആക്കിയിട്ട് ഒന്ന് മടക്കി റോൾ ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ വെള്ളത്തിലിട്ട് ബ്രെഡ് മുക്കുന്ന സമയത്ത് ഒരുപാട് അങ്ങോട്ട് മുക്കിപ്പോയാൽ ബ്രെഡ് ഒന്നാകെ പൊടിഞ്ഞു പോവും. പിന്നെ എന്നാൽ തീരെ വെള്ളം ആവാതിരിക്കുകയും ചെയ്യരുത്. അങ്ങനെ ആകുമ്പോൾ ഇതുപോലെ ഷേപ്പാക്കി എടുക്കാനും കഴിയില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് മുക്കിയെടുത്താൽ മതി കേട്ടോ വെള്ളത്തിൽ. എന്നിട്ട് കൈ വെച്ചിട്ട് ആ ഒരു വെള്ളം, എക്സ്ട്രാ ഉള്ള വെള്ളമൊക്കെ കൈ വെച്ചിട്ട് ഇതുപോലെ അമർത്തി പ്രസ് ചെയ്തിട്ട് ആ ഒരു വെള്ളമൊക്കെ ഒഴിവാക്കി കൊടുത്തിട്ട് വേണം ഇതിൻ്റെ സെൻറ്ററിലായിട്ട് 1 ടേബിൾ സ്പൂൺ കൂട്ട് ചേർത്ത് കൊടുക്കാനായിട്ട്. എന്നിട്ട് ഇതുപോലെ ഇഷ്ടമുള്ള ഷേപ്പിൽ, ഇനി ബോൾ ഷേപ്പിലാണെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഉന്നക്കായുടെ ഷേപ്പിലാണ് ഇത് ഷേപ്പാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാതും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയൊരു പാത്രത്തിൽ കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ വേറൊരു ബൗളിൽ 2 കോഴിമുട്ട പൊട്ടിച്ചിട്ട് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. കോഴിമുട്ടക്ക് പകരം കുറച്ച് മൈദ കുറച്ച് വെള്ളത്തിൽ മിക്സാക്കിയിട്ട് ലൂസായിട്ട് കലക്കിയെടുത്താലും മതിയാവും. ഇഷ്ടമുള്ളതായിട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഓരോ ബ്രെഡും ഇതുപോലെ മുട്ടയുടെ മിക്സിലൊന്ന് മുക്കിയിട്ട് ബ്രെഡ് പൊടിയിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ മുട്ടയുടെ കൂട്ടിന് പകരം നമുക്ക് മൈദയുടെ മിക്സ് ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എല്ലാതും ഇതുപോലെ ആദ്യം മുട്ടയുടെ ബാറ്ററിലൊന്ന് മുക്കിയിട്ട് ഇതുപോലെ ബ്രെഡ് ക്രംസിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുന്ന സമയത്ത് മുട്ടയിൽ മുക്കുന്ന ആ ഒരു കൈ വെച്ചിട്ട് മുട്ടയിലും മറ്റേ കൈ വെച്ചിട്ട് ബ്രെഡ് ക്രംസിലും കവർ ചെയ്തെടുക്കുകയാണെങ്കിൽ ഒരുപാട് വേസ്റ്റായി പോവില്ല. അല്ലെങ്കിൽ ഒരു കൈ വെച്ചിട്ട് തന്നെ രണ്ടും ചെയ്യുമ്പോൾ ഒരുപാട് വേസ്റ്റായിട്ട് പോവും.
ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായി വന്നാൽ ഇനി ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. മുകൾ ഭാഗം ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി വരേണ്ട ആവശ്യമേ ഉള്ളൂ. പെട്ടെന്ന് റെഡിയായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഒരു ഭാഗം വെന്ത് കളറൊക്കെ ഒന്ന് മാറി കിട്ടിയാൽ പതുക്കെ മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാ ഭാഗവും കളറൊക്കെ മാറി നല്ല ബ്രൗൺ കളറായിട്ട് കിട്ടിയാൽ എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ്. പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ട് അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നല്ല അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ. ബൈ. താങ്ക് യു.